മാഡമായി അടുപ്പമുള്ള 1-2 സ്റ്റാഫുകളുണ്ട്. ഇനി അവരുടെ വീടുകളിൽ എങ്ങനെ പോയിട്ടുണ്ടോ എന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കാം. എന്തായാലും എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഞാനും അറിയിക്കാം. ഈ ഭാഗത്ത് ശാലിയെ കണ്ടവരുണ്ടെന്ന് പറഞ്ഞറിഞ്ഞ് ഞങ്ങളിവിടെ ഒന്നുകൂടി അന്വേഷിക്കാം. ശാലിയെ കൊണ്ടല്ലാതെ എനിക്ക് മടങ്ങാൻ കഴിയില്ല. ഏറ്റവും വലിയൊരു കടമ്പയാ ഇപ്പൊ കടന്നത്. ഇനി എന്തായാലും അതുപോലൊരു പരീക്ഷണം ഉണ്ടാവില്ല. അത്രയ്ക്കും തീ തിന്നു. എന്തായാലും എന്തുണ്ടായാലും ഞങ്ങളെ വിളിച്ച് പറയണം. ഞങ്ങളാ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും കൂടി ഒന്ന് നോക്കട്ടെ. എങ്ങോട്ടേക്കെങ്കിലും യാത്ര മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് പോവാൻ രാമേട്ട. ആശാൻ ഇവിടെ നിൽക്ക്. ഞാൻ പാറക്കൂട്ടത്തിനിടയിലേക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. വിഷ്ണുവേട്ടനായിരുന്നു. ആ വിഷ്ണുവേട്ടൻ ഇന്നൊരു വേദന ഉണ്ടായപ്പോ എനിക്കിത് താങ്ങാൻ പറ്റില്ല. എനിക്കിപ്പോ മരിച്ച മതിയെന്നാ തോന്നിയത്. മരിക്കേണ്ടതാ. പക്ഷെ വിധി എന്നെ അവിടെ തോൽപ്പിച്ചു. തോൽപ്പിച്ചത് വിധിയല്ല, നിന്റെ എന്റെ രക്തത്തിൽ പിറന്ന മക്കളാ. നമ്മുടെ മക്കൾ. വിളിക്കണ്ട, ഒന്നും വിളിക്കണ്ട. ഇനി എന്നെ വെട്ടിയാക്കി നോക്കണ്ട. കാര്യങ്ങളെല്ലാം അറിയേണ്ട രീതിയിൽ അറിഞ്ഞ ശേഷമാ ഞാനിപ്പോ തനിക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നേ. ശ്യാമേതേ കത്ത് ഞാൻ കണ്ടു. എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു. പപ്പേ, സത്യം നമ്മുടെ മക്കളല്ലേ. നമ്മുടെ പൊന്നുപോലെ മക്കളല്ലേ. വിഷ്ണുവേട്ട, തന്റെ നാവിൽ എനിക്കറിയണം. വിഷ്ണുവേട്ട, എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന കാര്യം ഇത്.
നോക്ക്, അത് തന്റെ നാവിന്ന് എന്നെ കേൾക്കുന്നൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കുക. ഒന്നും പറയൂ. അതിനുവേണ്ടി ഞാൻ എത്രയോ നാളുകളായിട്ട് ചോദിക്കുന്ന ചോദ്യ. ആ ചോദ്യത്തിന് ഉത്തരം സത്യസന്ധമായിട്ട് തന്റെ നാവിന്ന് തന്നെ അറിയണം. പറ, പറ. തന്നിൽ നിന്ന് എനിക്കത് കേൾക്കണം. പറ ശാലിനി, ഒന്ന് പറ. ശാലിനി, ഒന്ന് പറയണേ. പറയാൻ. അതെ, അതെ. ഇനിയും എനിക്ക് ഒളിച്ചു വെക്കാൻ വയ്യ. അവര് രണ്ടുപേരും നമ്മുടെ മക്കളാ. എന്റെ വിഷ്ണുവേട്ടന്റെ മക്കളും.